ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ആക്ച്വലി എങ്ങനെ ഒരു ഫസ്റ്റ് ജോബ് കണ്ടെത്താം. അതായത് ഒരു ജോലി ആദ്യമേ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഫ്രഷറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ജോബ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. സോ അപ്പൊ അതെങ്ങനെയാണ് അതായത് ഈസിയസ്റ്റ് മെത്തേഡാണ്. ലൈക്ക് എത്രയും വേഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് ജോബ് അപ്ലൈ ചെയ്യാനുള്ളത്. ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, നൗക്കറി ഉണ്ട്, അങ്ങനെ പല പല ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കേട്ടുള്ള ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. ഇതിലൊക്കെ ജോബിന് അപ്ലൈ ചെയ്തവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ ഞാൻ കണക്കില്ലാത്ത രീതിയിൽ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്നേ വരെ എനിക്കൊരു റിപ്ലൈ ഒന്നും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇങ്ങനെ കേട്ട ഒരിക്കൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വേറെ കാര്യം പറയാനുണ്ട്. അതായത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ ബോധമുള്ള ഒരാള് പ്രൊമോഷൻ കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ധൈര്യമായിട്ട് കാണാം. സോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പ്ലാറ്റ്ഫോം കണ്ട് ഞാൻ ജസ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ ആക്ച്വലി അട്രാക്ട് ചെയ്ത ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അത്രയും വലിയൊരു ഹൈപ്പ് എന്താ തോന്നിക്കാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല. ഞാൻ ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കി. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ പോലെ ഒരു കമ്പനി ഇങ്ങനെ അപ്ലൈ ചെയ്ത് പിറ്റേന്ന് തന്നെ ഞാൻ നോക്കിയ സമയത്ത് ഓക്കെ, അത് ഫസ്റ്റ് അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അതായത് എന്താ നമ്മൾ ആ അപ്ലൈ ചെയ്ത ആ ജോബ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ട്, അടുത്ത ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നേക്കും. സോ ഇത്രയും വേഗം എനിക്കൊരു ഒരിടത്തുനിന്ന് റിപ്ലൈ വന്നിട്ടില്ല, ഇത്രയും ഒരുപാട് ഈ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. സോ ജസ്റ്റ് ട്രയൽ നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നൊന്നും ചെയ്യാൻ നിന്നില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ക്ലാസ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് നോക്കിയില്ല. അപ്പൊ അത് കഴിഞ്ഞ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ ഇതേ റെസ്പോൺസ് എനിക്ക് അപ്പോഴും കിട്ടി. അപ്പോൾ നേരത്തെ ചക്കയിട്ട് മുതലത്തെ ടൈപ്പ് സംഭവമല്ല. വീണ്ടും എനിക്ക് ഉടനെ തന്നെ റിപ്ലൈ കാര്യങ്ങൾ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്ത് പിറ്റേന്ന് തന്നെ എനിക്ക് എന്താ പറയാ അതിനൊരു റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടി. 3-4 റൗണ്ട് ഞാൻ പാസ്സായി. ബട്ട് എന്തോ ഫൈനൽ റൗണ്ടിൽ എന്താണ്ട് അത് ഫെയിൽ ആയിപ്പോയി. അങ്ങനെ 3-4 ഇന്റർവ്യൂ കണ്ടിന്യൂസ് ആയി പോയി. ചിലതൊക്കെ 1-2 റൗണ്ട് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കണ്ടില്ല. ഫൈനലി എനിക്കൊരു ഇന്റേൺഷിപ്പ് കിട്ടിയതും ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ്. സോ നമുക്ക് അധികം വൈകിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഏഞ്ചൽ ലിസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഏഞ്ചൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ പേരാണ്. ഇപ്പൊ അതിന്റെ പേര് മാറ്റി വെൽ ഫൗണ്ട് എന്നാക്കിയിട്ടുണ്ട്. സോ ഞാൻ അത് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി അറിയാം, ഇവിടെ ഒരു ഹോം പേജ് ഉണ്ട്. ഹോം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പ്രൊഫൈലും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു മെനയില്ലാത്തൊരു ഫോട്ടോയാണ്, കുഴപ്പമില്ല, നിങ്ങൾ നല്ലൊരു ഫോട്ടോയും കാര്യങ്ങളും ഇടാം. സോ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കാം. നമ്മുടെ ഇവിടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് എവിടെയാണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലൊക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ജോബ് റോള്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കമ്പനി ടൈപ്പ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചെറിയ കമ്പനിയാണോ, അതായത് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണോ, നന്നായിട്ട് പോകുന്ന കമ്പനിയാണോ, അത് വലിയ എംപ്ലോയീസിനെ ബേസ് ചെയ്ത് പറ്റും. ലൈക്ക് 0 to 10, 11 തൊട്ട് 50 വരെയുള്ളത്, 100 തൊട്ട് 1000 വരെയുള്ള, അല്ലെങ്കിൽ പിന്നെ 200 അങ്ങനെ പല പല കാറ്റഗറി നമുക്ക് കമ്പനിയെ തിരിച്ചിട്ട് നമുക്ക് പ്രിഫറൻസസ് വെക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ചില ലാംഗ്വേജ്, ഞാനിപ്പോ പൈത്തൺ, ജാങ്കോ, അല്ലെങ്കിൽ പിന്നെ പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നെങ്കിൽ നമുക്ക് കീവേഡ്സും കാര്യങ്ങളും ആഡ് ചെയ്യാം. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാം. എനിക്കിപ്പോ .NET PHP ഒന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് താല്പര്യമില്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ കാര്യങ്ങളും വരും. നമ്മൾ ഹോം പേജ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് റെക്കമെൻഡേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കണ്ട, നമുക്കിവിടെ ജോബ്സ് ഉണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് വളരെ ഈസി ടു യൂസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബട്ടൺസോ ഒന്നും സംഭവങ്ങളില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ആക്ച്വലി ഞാൻ നോക്കി ഒരു എക്സാമ്പിൾ ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ജോബ് റോൾ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ ജാങ്കോ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ജാങ്കോ ഡെവലപ്പർ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, പല സമയത്തും കിട്ടണമെന്നില്ല ചില സമയത്ത്. അപ്പൊ നിങ്ങൾ പൈത്തൺ ഡെവലപ്പറിനും കൂടി നോക്കുക. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങൾ ഇപ്പൊ വേൾഡ് വൈഡ് ആണ്. വേൾഡിൽ എവിടെ നിന്നും വേണമെങ്കിലും നമുക്ക് കിട്ടാം. 29 റിസൾട്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഫിൽറ്ററുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് സാലറി പ്രിഫറൻസ് വേണമെങ്കിൽ വെക്കാം, അത് പ്രശ്നമില്ല. പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സെക്ടർ ആണെന്ന് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ ഫുൾ ടൈം ആണോ ഇന്റേൺഷിപ്പ് ആണോ ഇവിടെ നോക്കാം. പിന്നെ ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്, കോ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഇതാണ് ആക്ച്വലി ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഒരു യൂണിക്, ഐ മീൻ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. ലൈക്ക് നമുക്ക് കോ ഫൗണ്ടേഴ്സിനെ നോക്കുന്നത് ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, അതിന് വേണ്ടി ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറെ നോക്കുന്ന ജോബ് പോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പല ജോബ് റോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കോ ഫൗണ്ടർ എന്നൊരാളെ എന്താ പറയുക ഇതുപോലെ ഹയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളത് വളരെ കുറവാണ്. സോ അത്തരം ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. പിന്നെ എക്സ്പീരിയൻസ്, ഇവിടെയാണ് നമ്മൾ മെയിൻലി നോക്കേണ്ട കാര്യം. ലൈക്ക് ഈ സംഭവം ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക, 0 to 1. ഓക്കെ, 0 to 1 ഇൻക്ലൂഡിങ്
നോ എക്സ്പീരിയൻസ് ലിസ്റ്റഡ്. ഓക്കെ, എന്നും കൂടി കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കീവേഡ്സ് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഞാൻ ഇവിടെ വ്യൂ റിസൾട്ട്സ് കൊടുത്തു. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 12 റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം എന്തൊക്കെയാണ് നോക്കുന്നത്. ലൈക്ക് നമ്മളിവിടെ ഫുൾ ടൈം സ്പെസിഫൈ ചെയ്തില്ല, അതുകൊണ്ട് ഇന്റേൺഷിപ്പും വരും കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആണത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത്, അതായത് നോ ഇക്വിറ്റി എന്നാണെങ്കിൽ നമുക്കറിയാം ചില സ്റ്റാർട്ടപ്പുകൾ ഇക്വിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ളത്. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഈ സംഭവം, ഈ പറയുന്ന 3.5 to 4.5 LP ഒക്കെ കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിവിടെ അപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ കമ്പനിയിലാണ് ജോബ് ആക്ച്വലി സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമേ അപ്ലൈ ചെയ്തതാണ്. ബട്ട് ഇതിന് ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ബട്ട് അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല, എനിവേ പോയി. അപ്പൊ നമ്മൾ ഒരു കമ്പനി എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം റിമോട്ട് ആണോ. അതും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോ റിമോട്ട് ജോബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈ ഫിൽറ്ററിന്റെ ഇവിടെ ആഡ് ചെയ്യാം. ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതിന്റെ അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതിന്റെ അവിടെ നമുക്ക് ലൊക്കേഷൻ വേൾഡ് വൈഡ് വേണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, സോറി, ഇന്ത്യ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെയല്ല. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. റിമോട്ട് കൾച്ചർ എന്നുള്ള സംഭവം ഉണ്ട്. ഓക്കെ ഓക്കെ, ഓൺലി ഷോ ജോബ്സ് അറ്റ് കമ്പനീസ് ദാറ്റ് ആർ മോസ്റ്റ്ലി ഓർ ഫുള്ളി റിമോട്ട്. ഓക്കെ, റിമോട്ട് ജോബ് മാത്രം നോക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചില സമയത്ത് കാണിക്കും, ചില സമയത്ത്. ഓക്കെ, 5 റോളാണ് ഇപ്പൊ തന്നെ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമുക്കത് നോക്കണ്ട. ഓക്കെ, ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഇന്റേൺസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഇവിടെ റിമോട്ട് ആണോ, ലൊക്കേഷൻ എവിടെയാണോ, ഫുൾ ടൈം ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അതിന്റെ ബാക്കിയുള്ള എന്താ പറയാ പോളിസീസും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. ജസ്റ്റ് ഇത് വായിച്ചു നോക്കാം നിങ്ങൾക്ക് ആപ്റ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് നോക്കി കഴിഞ്ഞാൽ ഹയറിംഗ് സാധാരണ HR ഒക്കെ ആയിരിക്കും ഹയർ ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫൗണ്ടർ ഡയറക്റ്റ് ആയിട്ട് ഹയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതലെന്നല്ല, മൊത്തത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. എന്തായാലും അപ്പോൾ ഓൾമോസ്റ്റ് കേസസിൽ അത് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും അത് ഹയർ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കി അറിയാം ഫൗണ്ടർ ഡയറക്റ്റ് ആയിട്ട് ഹയർ ചെയ്യുന്നതാണ്. ഇപ്പൊ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഫ്രഷർ ആയിരിക്കും, അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയാ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് 1 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്ന കമ്പനീസിനെയും കാണുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർത്ത് മാറിയിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കിട്ടും. ലൈക്ക് ഞാൻ നേരത്തെ കാണിച്ചൊരു കമ്പനി, ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത കമ്പനി, അവിടെ ആക്ച്വലി 1 വർഷമോ 2 വർഷം എന്തോ ഇത് ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ അയച്ചിട്ട് അത് എടുക്കാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോക്സ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടും കാര്യങ്ങളും അവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഫ്രഷർ ആയിട്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഫ്രഷർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ കാര്യങ്ങൾ അറിയാവുന്നത്, എന്തുകൊണ്ട് ഈ ജോബ് എന്നൊക്കെ പറയില്ലേ, ഇനിയിപ്പോ എന്താ പറയാ, ഓക്കെ, നിങ്ങളെ ഹയർ ചെയ്തുകൊണ്ട് കമ്പനിക്ക് എന്താണ് ഗുണം, അതായത് എന്തെങ്കിലും ക്യാച്ചി ആയിട്ട് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് പിടിപ്പിക്കുക, നല്ല അട്രാക്റ്റീവ് ആയിട്ട്. ചുമ്മാ അവിടെ നിന്ന് കോപ്പി അടിച്ചെടുത്ത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്ലൈ ചെയ്ത നാളെ തന്നെ റിപ്ലൈ വന്നില്ല കേട്ടോ. ഞാൻ ചില കമ്പനീസ് കണ്ടിട്ടുണ്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ എടുത്തിട്ടും റിപ്ലൈ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. സോ ഓൾമോസ്റ്റ് കേസസിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിപ്ലൈ കാര്യം കിട്ടും. ഇവിടെ ടൈപ്പ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാൻ, ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, എന്താ ടൈപ്പ് ചെയ്യാൻ പറ്റിയെന്ന്. ഓക്കെ, ഒന്ന് ക്ലിക്ക് ആവണല്ലോ, എന്തോ ബഗ്ഗാണ്. ഓക്കെ, അതിനു മുമ്പ് റിമോട്ട് ജോബ് ആണ്, ഈ ഒരു ഓപ്ഷൻ കാണില്ല. സോ ഓക്കെ, ഐ ആം കറന്റ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറി താമസിക്കണം. സോ റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ കറന്റ് ഞാൻ ആ സ്ഥലത്താണ് എന്നാണ് ഉള്ള ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എങ്ങോട്ടാണ്, അതായത് അവർ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ കൊടുക്കുക. വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതൊരു ഓപ്ഷൻ ഫീൽഡ് ആണ്. ഈ ഓപ്ഷൻ ഫീൽഡ് മാക്സിമം എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളെല്ലാം കൂടും. സോ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു അനോയിങ് ആയിട്ടുള്ള ഈ ഒരു പോപ്പ് മാത്രമാണ്, എപ്പോഴും ഈ സാധനം വരും. സോ ഇവിടെ അപ്ലൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കാണിക്കാത്ത വേറെ, ഞാൻ കുറെ നാളായി ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്താൽ മാത്രമേ കാണുകയുള്ളൂ. പിന്നെ ഇവിടെ ഒന്നും തന്നെ ഇല്ലായിരിക്കണം. ഓക്കെ, ഇവിടെ കുറെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയർ ആയതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കുറെ എണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതെല്ലാം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പല പൊസിഷൻ അപ്ലൈ ചെയ്തെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സോ ഓൺ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്നത് അവിടെ ഒന്നും തന്നെ ഇപ്പൊ കാണുന്നില്ല. പിന്നെ ഈ സംഭവം ഞാനിപ്പോൾ ക്ലോസ് ടു ഫോർ ഓഫേഴ്സ് കൊടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെഡി ഫോർ ഇന്റർവ്യൂ എന്ന് അല്ലെങ്കിൽ ഓപ്പൺ ഫോർ വർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ കൂടുതൽ എന്താ പറയുക ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്റർവ്യൂ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ ഇത്രയും കമ്പനികളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലായിടത്തും തന്നെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഫോൺ ഇന്റർവ്യൂ ആയിരിക്കും. ഫോൺ ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല,
നമ്മളെ അവർ വിളിക്കും. അതിന് മുമ്പ് മെയിലും കാര്യങ്ങളും വരും നമുക്കിവിടെ. അതൊരു മെസ്സേജ് പോലെ നമുക്കിവിടെ അപ്ലൈഡ് എന്ന് പറഞ്ഞ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് പോലെ കാണും. ഞാൻ നോക്കട്ടെ, പഴയതൊന്നും തന്നെ ഇല്ല. ഓക്കെ, പഴയതൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്ലൈഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ പിന്നെ മെസ്സേജിന്റെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഡോട്ട് കാണും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ജസ്റ്റ് മെസ്സേജ് പോലെ വരും. എന്നാൽ നിങ്ങളെ ഹയർ ചെയ്യുന്ന സന്തോഷം ഉണ്ടായാലും ഇപ്പം നിങ്ങളെ സെലക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ടൈമും കാര്യങ്ങളും ചിലപ്പോൾ ചോദിക്കുക, എപ്പോഴാണ് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആവുന്നതെന്ന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു ടൈം പറയാണ്, രാവിലെ 10 തൊട്ട് വൈകിട്ട് 8 വരെ ഞാൻ ഫ്രീ ആണ്, നമ്മൾ പറഞ്ഞ് ആ ടൈമിനുള്ളിൽ അവർ വിളിച്ചോളും. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അതിനുശേഷം പിന്നെ അടുത്ത റൗണ്ടിൽ ഒക്കെ അവരത് പറയും, ഓക്കെ നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞ ഒരു കോഡിംഗ് റൗണ്ട് ആണ്. കോഡിംഗ് റൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തെങ്കിലും ഒരു ടാസ്ക് വരും, അത് നമ്മൾ ബിൽഡ് ചെയ്യാൻ പറയും, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ആദ്യത്തെ കമ്പനിയിൽ എനിക്ക് കിട്ടിയ, അതായത് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഏകദേശം എന്തായിരുന്നു, ഒരു സ്റ്റാക്ക് ഓവർഫ്ലോ API ഉപയോഗിച്ചിട്ട് ഒരു റിസൾട്ട് ജനറേറ്റ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ചില റിക്വയർമെന്റ് അവർ പറയും, അവർ മെയിലായിട്ട് ആ റിക്വയർമെന്റും കാര്യങ്ങളും നമുക്ക് അയക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് തിരിച്ച് റിപ്ലൈ ചെയ്യാം, മെയിലായിട്ട് തന്നെ തിരിച്ച് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം. അത് നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, ആ ഫീച്ചർ ഇങ്ങനെ ചെയ്താൽ മതിയോ അതല്ല അങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുക. അപ്പോൾ അത് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഡെഡ് ലൈൻ ചിലപ്പോൾ പറയും ഒരു ദിവസം കൊണ്ട് ചെയ്യുക, ചിലപ്പോൾ അവർ പറയും ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയും. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ എത്രയും വേഗം ചെയ്യാൻ നിൽക്കരുത്, ബട്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട്, നല്ല എഫിഷ്യൻ്റ് ആയിട്ട്, നല്ല ക്ലീൻ ആയിട്ട്, നല്ല വേണ്ട രീതിയിൽ കമന്റും കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ അലങ്കോലമായിട്ട് ടോട്ടലി മെസ്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവർ കണ്ടിന്യൂ ചെയ്യില്ലത്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് അവർക്കത് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് അത് സിപ്പ് ഫയലായിട്ട് മെയിൽ ചെയ്യാതെ അതിനെ ഗിറ്റ് ഹബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിക് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുക. അപ്പം അതിനകത്ത് റീഡ്മി ഫയൽ ഉണ്ട്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാമായിരുന്നു ഗിറ്റ് ഹബിൽ. അതൊക്കെ അത്യാവശ്യം വേണ്ട രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് തന്നെ ഗിറ്റ് ഹബിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അവർക്ക്. അപ്പൊ അതിൽ നിന്ന് അവർ അത് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്കും കൂടി സെലക്ട് ചെയ്യാം. അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു ടെക്നിക്കൽ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ശരിക്കുള്ള ഇന്റർവ്യൂ അല്ല, അപ്പോൾ സൂമിലോ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ ടീംസിലോ വല്ലതും ആയിരിക്കും. ശരിക്കും ഒരു ഇന്റർവ്യൂ പോലെ വന്നിട്ട് നിങ്ങളോട് ബേസിക്കലി അത് പല രീതിയിലും വരാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കോഡിംഗ് ഇന്റർവ്യൂ ആയിരിക്കും മിക്കവാറും നിങ്ങൾ പൈത്തൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചോദിക്കാം. ലൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത പ്രൊജക്ടിനെ ബേസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അത് അത്യാവശ്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജാങ്കോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ജാങ്കോ റിലേറ്റഡ് മാത്രം ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ അപ്പോൾ നമ്മൾ ലൈവായിട്ട് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമ്മുടെ കോഡ് എഡിറ്ററിൽ നമ്മൾ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോഴും ഇതേപോലെ തന്നെ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നിരിക്കട്ടെ, നിങ്ങളൊരു അവർ പറഞ്ഞ ടാസ്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ വരും. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് എത്താനും പറ്റും. സോ അത് ഏകദേശം 1 മണിക്കൂർ മാക്സിമം വേണമെങ്കിൽ പോവാം, ചിലപ്പോൾ ഒന്നിന് മുകളിലും വരും, ടൈം വരാം. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചില കേസസിൽ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കാണില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫർ ലെറ്ററും കാര്യങ്ങൾ അയക്കും. ചിലപ്പോൾ ഒരു റൗണ്ടും കൂടി കാണും, അതൊരു HR റൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇത് വന്നിട്ടില്ല. എനിക്ക് ബേസിക്കലി വീണ്ടും വന്നത് ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് പോലെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കറന്റ് കയറിയ കമ്പനിയിൽ അങ്ങനെയായിരുന്നു. സോ അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ബേസിക്കലി ഉള്ള കാര്യങ്ങൾ ചോദിക്കും. ജാങ്കോ എന്താണ്, അതിന്റെ മിഡിൽ വെയർ എന്താണ് എന്ന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വ്യൂ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഈ പറയുന്ന ക്ലാസ് ബേസ്ഡ് വ്യൂ, ഈ പറയുന്ന ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂ, അല്ലെങ്കിൽ പിന്നെ മോഡൽസ് എന്തൊക്കെയാണ്, മോഡൽസിന്റെ ഡിഫറെന്റ് ഫീൽഡുകൾ എന്തൊക്കെയാണ്, അപ്പോൾ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, അങ്ങനെ എങ്ങനെയാ പേജിനേഷൻ എന്താണ്, അങ്ങനെ ക്യാഷിംഗ് എന്താണ്. അപ്പൊ അങ്ങനെ പല പല ബേസിക് ആയിട്ട് വരുന്ന വെബ് ടെക്നോളജി കാര്യങ്ങൾ അല്ല, നിങ്ങൾ ഏത് റോളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുള്ളി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലി കിട്ടിയിട്ടുണ്ട്. സോ പിന്നെ വേറെ കാര്യം, സ്റ്റാർട്ടപ്പ് ആവുന്ന സമയത്ത് ഓൾമോസ്റ്റ് കേസസിലും നിങ്ങൾക്ക് ഒരു മാസം ഒന്നും എടുക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വന്ന ഈ പറഞ്ഞ 3-4 കമ്പനി ഞാൻ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഈ പറഞ്ഞ പരിപാടികളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഒന്നെങ്കിൽ സെലക്ട് ആവും, അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിന്ന് പോകും. അതെല്ലാം ഏകദേശം ഒരു ആഴ്ച കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോലി കിട്ടും ഞാനൊരു 80% ഉറപ്പ് വരുന്നു. ബാക്കിയുള്ളത് ലക്കാണ്, നിങ്ങൾക്ക് അത്രയും പിന്നെ ലക്ക് പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.